നമസ്കാരം. 2024 ഡിസംബർ 22 മുതൽ 28 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂർ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വരുമാന വർധനവ് പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതാണ്. വിവാഹകാര്യത്തിൽ തീരുമാനമാകാൻ കാലതാമസം നേരിടും. എന്നാൽ പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം, ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കാം. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്നതാണ്. അതിൽ നിന്ന് സന്തോഷ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. എല്ലാ കാര്യത്തിലും ഒരു മത്സരബുദ്ധി പ്രകടമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ദേവിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചുവന്ന ഹാരം സമർപ്പിക്കുക. ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതാണ്. വസ്തു സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും സാധ്യതയുണ്ട്. സംസാരം ശ്രദ്ധിക്കണം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും. ദമ്പതി സൗഖ്യം കുറയാം. ബിസിനസ്സിൽ നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമാകും. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പല്ല്, കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ദേവിക്ക് അർച്ചന സമർപ്പിക്കുക. മിഥുനക്കൂർ മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. ബിസിനസ് പുരോഗമിക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും. അച്ഛനുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക. കർക്കിടകക്കൂർ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ട വാരമാണ്. കുടുംബത്തായാലും കർമ്മരംഗത്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാനിടയുണ്ട്. ഊഹക്കച്ചവടത്തിൽ വിജയിക്കും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. ശത്രുശല്യം കുറയാം. കടം കൊടുത്ത പൈസ തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഉദര സംബന്ധമായ പ്രശ്നങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ട്. പല്ല്, കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ വളരെ അനുകൂലമായ അവസ്ഥകളാണ്. ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്നതിനും ഉയർന്ന സ്ഥാനീയരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. പ്രണയിതാക്കൾക്ക് ഗുണകരമാണ്. നിക്ഷേപങ്ങൾക്കും സാധ്യമാകും. ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരിയുടെ പ്രീതി പിടിച്ചു പറ്റാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് അവസരങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും. മഹാദേവന് ധാര സമർപ്പിക്കുക. കന്നിക്കൂർ ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. സുഖം, സന്തോഷം, ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അനുകൂലമാണ്. കുടുംബത്ത് ധനച്ചിലവുകളും അനാവശ്യ അലച്ചിലുകളും ഉണ്ടാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വസ്തു, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശത്രുശല്യം വർദ്ധിക്കാം. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം.
ശ്വാസം മുട്ട്, നെഞ്ചെരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക. തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. പേരും പ്രശസ്തിയും സന്തോഷം, സുഖം, ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഗുണപ്രദമാണ്. പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനും ആകും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴി നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. ആത്മീയ യാത്രകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ശരീരത്തിന് ക്ഷീണമുണ്ടാകാനും ശ്വാസമുട്ട് അനുഭവപ്പെടുന്നതിനും ഇടയാകും. ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുക. വൃശ്ചികക്കൂർ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ലഭിക്കുവാനിടയാകും. ധനനേട്ടം, അധികാരപ്രാപ്തി, ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് നല്ല ഉയർച്ചകൾ തന്നെ ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പല്ല്, കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും. സുഹൃത്തുക്കളും അയൽവക്കക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവിക്ക് കുങ്കുമാർച്ചന സമർപ്പിക്കുക. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൻ്റെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുകയും ആത്മവിശ്വാസ കൂടുതലും അനുഭവപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് തൻ്റെ കഴിവുകളെ വർദ്ധിപ്പിച്ചെടുക്കാനാകും. ഉന്നത പഠനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം, സ്ഥാനഭ്രംശം എന്നിവ ഉണ്ടാകാം. ധനനേട്ടം പ്രതീക്ഷിക്കാം. സമ്മാനങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാവിഷ്ണുവിന് പാൽപ്പായസം സമർപ്പിക്കുക. മകരക്കൂർ ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകുന്നതാണ്. മനസംഘർഷം കുറയാം. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും ധനച്ചിലവുകൾക്കും ഇടയാകും. ആത്മീയത വർദ്ധിച്ചു വരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംബന്ധമായ ചില ധനച്ചിലവുകൾ വന്നു ചേരും. സർക്കാർ സംബന്ധമായ രേഖകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക. കുംഭക്കൂർ അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. അംഗീകാരം, മേലുദ്യോഗസ്ഥരുടെ പ്രീതി എന്നിവ ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ധനാഗമനവും വർദ്ധിച്ചു നിൽക്കും. സാമൂഹ്യ ബന്ധങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ശരീരത്തിന് ക്ഷീണം, മടി എന്നിവ അനുഭവപ്പെടുന്നതാണ്. അയ്യപ്പസ്വാമിക്ക് എള്ള് പായസം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. മീനക്കൂർ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഗുണകരമാകും. ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനമായാലും അവയിൽ വിജയിക്കാനാകും. ഉന്നത പദവി, ആത്മവിശ്വാസ കൂടുതൽ, മേലധികാരിയുടെ അംഗീകാരം എന്നിവ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റാനാകും. പലവിധ സന്തോഷാനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കും. എന്നാൽ സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും.
ദമ്പതി സൗഖ്യം ഉണ്ടാകും. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ കാണാനാകും. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. മഹാവിഷ്ണുവിന് പാൽപ്പായസം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക.